ഞാൻ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടിനെ നോക്കണേ ഞങ്ങൾ രണ്ടിനെ നോക്കണേ കിടക്കണ്ട ഇങ്ങനെ ഫോൺ 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 ഫോൺ. ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെനൽസ് വേൾഡ്. അവധിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ അനീതി ആലപ്പുഴയിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സ്ഥിതിക്ക് എന്തായാലും അവളുമായിട്ട് കറങ്ങാമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. നമ്മളിന്ന് പോകുന്നത് ഏകദേശം ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്ക് പോയിട്ടുള്ളവർക്ക് കാര്യം കത്തിക്കാണും, ചിമ്മിനി ഡാമിലേക്കാണ്. ചിമ്മിനി ഡാമിലേക്ക് നമ്മൾ പോകുന്ന വഴിയുള്ള ആ ഒരു സ്ഥലങ്ങളാണിത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്, ദൂരെ മലയും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ സൈഡുകളിലായിട്ട് റബ്ബർ പ്ലാന്റേഷനാണ്. റബ്ബർ പ്ലാന്റേഷൻ്റെ നടുക്കൂടെയുള്ള റോഡാണ് നമ്മൾ പോകുന്നത്. പിന്നെ മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആനകൾ, മ്ലാവ്, കാട്ടുപന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴി നല്ല ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റാണ്. റബ്ബർ പ്ലാന്റേഷൻ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് കൂടി തന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിമ്മിനിയിലേക്ക്, അതായത് ഡാമിൻ്റെ സൈഡിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് റോഡിൻ്റെ വലതുവശത്തായിട്ട് ഒരു ചെറിയ അരുവി കണ്ടു കേട്ടോ. അപ്പം പല പ്രാവശ്യം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വരുന്ന സമയത്തൊക്കെ ഈ അരുവി കണ്ടിട്ടുമുണ്ട്. അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ ഒരു പ്രാവശ്യമെങ്കിലും ഈ അരുവിയിലൊന്ന് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ അപ്പോൾ അവരുടെ കൂടെ പോകുന്നുണ്ട്, അവർ ഇറക്കത്തില്ല കേട്ടോ. ഭയങ്കര പേടിയാവും, ഭയങ്കര ഒഴുക്കൊക്കെ ആയിരിക്കും, ഒഴുകി അങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെ നമ്മുടെ സെയിം വൈബുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളൊരു ചാൻസും കൂടി കിട്ടിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടായിരുന്നു പോകുന്നതേ. അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് വിരിച്ചിട്ടിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു എന്താ പറയുക ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നു. ആ ബെഡ്ഷീറ്റിൻ്റെ മറവിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പയ്യെ അരുവിയിലേക്ക് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് അരുവിക്ക് വലിയ ഒഴുക്കൊന്നുമില്ലെന്നാണ്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ചെറിയ വെള്ളമാണെന്നൊന്നും ഓർക്കണ്ട, നല്ല ഫോഴ്സിലുള്ള ഒഴുക്കാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ അരുവി തന്നെ ഇരുന്ന് കഴിച്ചേക്കാം. എന്നാൽ അപ്പോൾ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചോറ്, സാമ്പാർ, മുട്ട പൊരിച്ചത്, പിന്നെന്താ ചെറിയ ഒരു ചമ്മന്തി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും ഫുഡിന് ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെ വല്ല സ്പോട്ടുകളിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ്. എത്ര തിന്നാലും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയണ്ട മതി വരാത്തൊരു ഇതായിരുന്നു. നമ്മൾ ഇപ്പുറത്തിരുന്നു ഫുഡ് കഴിക്കുന്നു, അപ്പുറത്ത് മേയാൻ വിട്ടിരുന്ന പശുക്കളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നു. എന്താ അല്ലേ, അപ്പുറത്ത് പശുക്കൾ ഇപ്പുറത്ത് നമ്മൾ ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഈ അരുവിയുടെ അവിടെ എത്തിയത്. അപ്പോൾ വണ്ടി മേളിൽ വെച്ചിട്ട് നമ്മൾ താഴത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ കാണുന്ന മരം കണ്ടോ, ആ മരം എന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ വേരൊക്കെ ഉണ്ടല്ലോ ഒരു മതിൽ പോലെ ഇങ്ങനെ രൂപപ്പെട്ടേക്കുവാണേ. എന്ത് മരമാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ അവിടെ വണ്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ മരത്തിൻ്റെ സൈഡിലായിട്ട് 2-3 ആനപ്പിണ്ടം കണ്ടു. അപ്പോൾ ആ ചേട്ടനടിക്ക് ചോദിച്ചു, ചേട്ടാ ഇവിടെ ആന പിണ്ടം കിടപ്പുണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ പറയാം, കഴിഞ്ഞ ആഴ്ച കൂടി ആന ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിൽ അതായത് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവിടെ കയ്യാലൊക്കെ ഉണ്ടായിരുന്നു, കയ്യാലൊക്കെ തട്ടിപ്പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ നമുക്ക് നല്ല പേടിയായി. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഫുഡും കൂടി കഴിച്ച് നമുക്ക് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഹതഭാഗ്യവശാൽ ഞാനുണ്ടല്ലോ ഫുഡ് എടുത്തപ്പോഴത്തേക്ക് പ്ലേറ്റ് എടുക്കാൻ മറന്നു പോയതുകൊണ്ട് അവൾ വാരിത്തരുമായിരുന്നു, അനിയത്തി വാരിത്തരുമായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, തള്ളമാർ പോലും കയറുന്നില്ല. അതങ്ങനെയാണ്, വെള്ളത്തിനൊരു പ്രത്യേക ഒരു കഴിവാണ്. നമ്മൾ എത്ര കളിച്ചാലും നമ്മൾ എത്ര ഇരുന്നാലും മതി വരത്തില്ല നമുക്ക്. പ്രത്യേകിച്ച് നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം, അതിൻ്റെ നടുക്കൂടി ഒരു അരുവി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അരുവിയുടെ സ്പീഡ് കൂടുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അതുവരെ ഇല്ലാത്ത ഒരു കുത്തൊഴുക്കെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഒഴുക്കുണ്ട്. ഞാൻ ഇരുന്ന സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാല് പൊങ്ങിച്ചോളൂ, ഞാൻ അവിടം വരെ എത്തി കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പോൾ എനിക്ക് നല്ല പേടിയായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ അവിടെ നിന്ന് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് അടിവാരത്ത് എത്തേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങ് കയറി കഴിഞ്ഞിട്ട് മറ്റുള്ള കയറ്റാൻ നോക്കിയിട്ട് അവളും ഒരുവിധം ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഇരിപ്പാണേ. 3 മണിയായി ഞങ്ങൾ ഈ അരുവിയിൽ നിന്ന് തിരിച്ച് കയറുമ്പോഴത്തേക്ക്. അതാ പറഞ്ഞത്, നമുക്ക് എത്ര ഇരുന്നാലും കളിച്ചാലും മതി വരത്തില്ല,
അത്ര ഭംഗിയുള്ളൊരു ഒരു സ്ഥലം എന്ന് വെച്ചാൽ അവിടെയൊക്കെ വീട് മേടിച്ച് താമസിക്കുന്നവരുടെ ഒരു അവസ്ഥ ഓർക്കുക എത്ര സമാധാനമായിരിക്കും അല്ലേ. വല്ലവിധേനയും അവളെയും വിളിച്ച് മേളിലേക്ക് കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ സൈഡിലേക്കാണ്. ഡാമിൻ്റെ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൊട്ടവഞ്ചി സവാരി ഉണ്ട്. ഇതുവരെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് കൊട്ടവഞ്ചിക്കകത്ത് കയറാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൊട്ടവഞ്ചിക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരു വഞ്ചിയിൽ 4-5 പേർക്ക് ഇരിക്കാൻ പറ്റും. ഒരു വഞ്ചിക്ക് 400 രൂപയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളാണ് എന്നുള്ള കൺസിഡറേഷനൊന്നും ഇല്ല. 400 രൂപയാണ് ഒരു വഞ്ചിയുടെ ആ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വഞ്ചിയിൽ തുഴഞ്ഞു പോവാണ്. സാധാരണ വള്ളം തുഴഞ്ഞു പോകുന്ന കണക്കല്ല കേട്ടോ. ഒരു പ്രത്യേക സ്കില്ലാണ് ഈ വഞ്ചി തുഴയാൻ വേണ്ടിയിട്ടോ. കാരണം ഈ വഞ്ചി നേരാവണ്ണം തുഴഞ്ഞില്ലെങ്കിൽ ഇത് നേരെ പോകത്തില്ല, കറങ്ങി കറങ്ങി കളിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, വഞ്ചിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സൈഡിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മുടെ കൂടെ വന്ന പയ്യൻ ഒരു ട്രൈബിൽ പെട്ട ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവൻ ഈ ഡാമിൻ്റെ A to Z കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാമിൻ്റെ ഈ കാണുന്ന ഐലൻഡിൽ ഏതൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിൾ ഉത്സവം നടക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് ഫോറസ്റ്റിൻ്റെ ഈ ബോട്ടിൽ ഇവരുടെ ആരൊക്കെയോ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് 3 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി അവിടെ എന്തൊക്കെയോ പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് പായസമൊക്കെ വെച്ച് പിന്നെ തിരിച്ച് വന്നതിന് ശേഷമാണത്രേ ഇവിടെ നാട്ടിൽ ഉള്ള അമ്പലത്തിൽ ഉത്സവം. കുറച്ച് അഡ്വഞ്ചറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് 400 രൂപയ്ക്ക് ഈ കൊട്ടവഞ്ചി സവാരി വളരെ വെർത്താണ്. ഞാൻ എന്താ ഇങ്ങനെ ഫേസ് ഇരിക്കുന്നതെന്ന് അറിയാവോ? ഇവർ കയറുമ്പോൾ തൊട്ട് എൻ്റെ അനീതിയും പിള്ളേരും പറയുന്നുണ്ടായിരുന്നു കൊട്ടവഞ്ചിയിട്ട് കറക്കണമെന്ന്. എനിക്കത് കേട്ടപ്പോൾ തൊട്ടേ എനിക്ക് നല്ല ടെൻഷനായി. കാരണം എന്ന് വെച്ചാൽ ഊഞ്ഞാലിരുന്ന് കറങ്ങുന്നോ അല്ലെങ്കിൽ ചുമ്മാ വട്ടം നിന്ന് കറങ്ങിക്കഴിഞ്ഞാലും ഞാൻ ബോധം പോകാറുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരുടെ കറക്കണത് പിന്നെ അവരുടെ സന്തോഷം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സോടുകൂടി സമ്മതിച്ചു. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ച് നേരം കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അവിടെ തലകറങ്ങി വീണു. എൻ്റെ ഫോൺ എന്തോ ഭാഗ്യത്തിന് ഫോണ് എന്താ പറയുക, ഞാൻ ആ വഞ്ചിയിൽ നിന്ന് താഴ്ത്തു പോകാത്തത് കൊണ്ട് മാത്രം ഫോൺ കിട്ടിയതേ. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് എൻ്റെ ബോധമൊക്കെ പോയി. പിന്നെ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞൊരു 10-15 മിനിറ്റത്തേക്കും ഞാൻ അങ്ങനെ ഒരു ബോധം കെട്ട അവസ്ഥയായിരുന്നു കേട്ടോ. വഞ്ചിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടേ പോയ കിളി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ആ ഒരു സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. അപ്പം മീനുണ്ട് കേട്ടോ, നിറയെ മീനാണ്. കുഞ്ഞു പരലുകളും പിന്നെ നമ്മുടെ ഈ ഡാമിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാല് വെള്ളത്തിലോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മീനുകളില്ലേ, അതുമൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പുറത്ത് നല്ല ചൂടാണെങ്കിലുണ്ടല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. പക്ഷേ നിങ്ങൾ വെയിൽ കുറഞ്ഞിട്ടുള്ള സമയത്ത് വരാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഉച്ചയ്ക്ക് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ ബോട്ടിങ്ങൊന്നും അത്ര സുഖമുള്ള കേസല്ല. ഒരു വൈകുന്നേരം ഒരു വെയിലൊക്കെ ആറിയിട്ട് വരുന്ന സമയമാണെങ്കിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകളും നല്ല രസമാണ്. പിന്നെ ഈ വഞ്ചിയിൽ പോകുന്നില്ലേ, അതുമൊക്കെ നല്ലൊരു രസമാണ്. പിന്നെ നമ്മുടെ ഭാഗ്യങ്ങളൊക്കെ ഇരിക്കും. നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഭാഗം കണ്ടോ, അവിടെ ആ മൃഗങ്ങളൊക്കെ വൈകുന്നേര സമയങ്ങളിൽ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. എപ്പോഴും അങ്ങനെ കാണാൻ പറ്റുമെന്നല്ല, എന്നാലും ഒട്ടുമിക്ക സമയങ്ങളിലും മൃഗങ്ങൾ ഒരു വൈകുന്നേര സമയത്തൊക്കെയാണ് വരുന്നത്. ആണക്കനെ നമ്മൾ മേളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു കോഫി ഷോപ്പ്, പിന്നെ കുഞ്ഞുങ്ങൾക്കും നമുക്കൊക്കെ ഒന്ന് ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട് കുറച്ച് ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആ പോകുന്ന സ്പീഡ് ബോട്ട് കണ്ടോ, അത് ഫോറസ്റ്റുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാര്യം, അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സും ഒന്ന് റിലാക്സ്ഡ് ആവും. നമ്മൾക്ക് ഒന്ന് എന്താ പറയുക, ഒരു പുതിയൊരു എനർജി കിട്ടിയ പോലെ ഒരു ഫീലിംഗ് ആട്ടോ. അവിടെ കുറേ ഊഞ്ഞാലുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറേ വള്ളിപ്പടർപ്പുകളും കുറേ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു മരത്തിൽ നിന്നുണ്ടല്ലോ ഒരു പൂ താഴ്ത്ത് വീണിട്ടുണ്ടായിരുന്നു. ആ പൂ നമ്മളെടുത്ത് എറിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിങ്ങനെ ഏറിക്കൂടി ഇങ്ങനെ പറന്നിങ്ങനെ വട്ടം കറങ്ങി നിൽക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ പലതും കാണാത്ത ഒത്തിരി അധികം കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചെറിയ ചായയും ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയും വൈകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും മീറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ ബൈ.